പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതായിരിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ, അതായത് നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കിട്ടും. പല ബിസിനസ്സിലും നമ്മൾ യാത്രയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനും അറിയാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലും മറ്റു പല സംസ്ഥാനത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. അത്തരം പ്രോപ്പർട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് മോഡലാക്കി എടുക്കാൻ പറ്റും. കാരണം ഇത്തരം പ്രോപ്പർട്ടികൾ ഇങ്ങനെ വെറുതെ കിടക്കുന്നത് പല റീസൺസ് കൊണ്ടായിരിക്കാം. ആ പ്രോബ്ലത്തെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ബിസിനസ് ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇത്തരം പ്രോപ്പർട്ടി ഓണേഴ്സിന് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തതോ അതുമല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നോക്കുവാനോ അതിനെ മാനേജ് ചെയ്യുവാനോ ഒരു സിസ്റ്റം ഇല്ലാത്തോ ആളില്ലാത്തോ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു കാരണത്തെ നമുക്കൊരു ബിസിനസ് ആക്കി എടുക്കാൻ പറ്റും. ഇത്തരം പ്രോപ്പർട്ടികൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായിട്ടൊരു പ്ലാനോട് കൂട്ടിയിട്ട് അത് ഏത് രീതിയിൽ അതിനെ ഡൈവേർട്ട് ചെയ്യണം. അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നമുക്കത് എങ്ങനെ ഒരു റെൻ്റൽ ഇൻകം ആക്കി കൊടുക്കാം, എത്ര രൂപ നമുക്ക് മാക്സിമം നമുക്ക് ഏൺ ചെയ്ത് കൊടുക്കാം, അതിൽ നിന്ന് നിങ്ങൾക്കും നല്ല രീതിയിലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വൺ ടൈം എടുക്കുന്ന ഒരു എഫേർട്ടിലൂടെ നിങ്ങൾക്കൊരു ലോങ് ടൈമിലേക്ക് ഒരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്തരം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം തീർച്ചയായിട്ടും അതിന് ഇത്തിരി ക്ഷമയും ഇത്തിരി ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. എന്നാൽ നമുക്ക് ലോങ് ടൈമിലേക്ക് നല്ല രീതിയിലൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങളതിലേക്ക് ഇറങ്ങേണ്ടത്. നമുക്ക് കേരളം മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യയിൽ തന്നെ ഒത്തിരി, ഇനിയിപ്പോൾ ഇന്ത്യയിലല്ല വിദേശത്ത് പോയി കഴിഞ്ഞാലും ഇത്തരം പ്രോപ്പർട്ടികൾ നമുക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പം എവിടെയും ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നല്ലൊരു പ്ലാനോട് കൂടിയിട്ട് നല്ലൊരു വിഷയോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും റെഡി ആണെങ്കിൽ ഇതൊരു നല്ലൊരു ബിസിനസ് മോഡലാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക.